ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. മോങ്കോഡിസിൻ്റെ ലേറ്റസ്റ്റ് ഡിസൈനാണ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം മതി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വൈഡ് നെക്ക് ആവുകയാണെങ്കിൽ വൈഡ് നെക്ക്, യു നെക്ക് ആവുകയാണെങ്കിൽ യു നെക്ക്, അതനുസരിച്ച് നിങ്ങൾ നെക്കിൻ്റെ ഷോൾഡറും വിട്ടും ഒക്കെ ലെങ്തും ഒക്കെ ഒന്ന് അളന്നെടുക്കുക. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴേക്ക്, അതായത് നമ്മൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് വരുന്നത്. എല്ലാവർക്കും 14 ഇഞ്ച് തന്നെ വരത്തുള്ളൂ. പിന്നെ കുറച്ച് നല്ല ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർക്കാവുമ്പോൾ കുറച്ചും കൂടെ ഇറക്കത്തിൽ 15 എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു 14 ഇഞ്ചിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 14 ഇഞ്ചാണെന്ന് നിങ്ങൾ കരുതണം. നിങ്ങൾ 14 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ 14 ഇഞ്ച് ജസ്റ്റ് താഴെ നമ്മൾ ജസ്റ്റ് ലൈൻസ് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് താഴേക്ക്, അതായത് താഴേക്ക് 14 ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ആ സെൻറ്റർ ഭാഗം ഒരു കട്ടിങ് ആണ് വരുന്നത്. കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോട്ട്ലി ബട്ടൺസ് ആണ് റൗണ്ട് കാണുന്നത്. എന്നിട്ട് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത്, യോക്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നമ്മൾ 14 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ വരച്ചെടുക്കുക. അത് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു യോക്കിൻ്റെ യോക്കിൻ്റെ റൗണ്ട് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് താഴെ ഒരു ജസ്റ്റ് ബോക്സ് പോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലേക്ക് കണ്ടോ ആ യു ഷേപ്പിൽ നമ്മൾ നെക്ക് കവർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് സൈഡിൽ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. നമുക്ക് ആ ഒരു യു ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിക്ചറിൽ ഏകദേശം ഒരു 1.5 ഇഞ്ചൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും തന്നെ നമുക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിൽ ചെറിയ ഡിസൈൻസ് ആണെങ്കിൽ അത് മതിയാകും. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ താഴത്തെ ആ ഒരു ബോക്സിൻ്റെ ഭാഗം നിങ്ങൾ 14 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഒരു 1 ഇഞ്ചിൽ ആ ഒരു യോക്കിൻ്റെ റൗണ്ട് കണ്ടുപിടിച്ചിട്ട് വണ്ണം കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. പിന്നെ മുകളിലേക്ക് വരുന്തോറും ആ യു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് എടുത്ത് ലെഫ്റ്റും റൈറ്റും വിട്ടത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ യു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി അത് എങ്ങനെയാണ് മെറ്റീരിയലിലേക്ക് വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ യു ഷേപ്പിൽ നമ്മൾ അകത്തുനിന്ന് വരച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗമായിട്ടോ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. ലോക്കിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരോടാട്ടോ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ലോക്കിട്ട് പോയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വാഷ് ചെയ്യണ സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ ലൂസായിട്ട് പോരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ എന്താ പറയുക ലോക്കിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ടിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു അകത്തുള്ള ഭാഗം കംപ്ലീറ്റ് തിക്കായിട്ട് തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പെട്ടെന്ന് ചെയ്യാം. ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നമുക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ജസ്റ്റ് നമ്മളുടെ ട്യൂട്ടോറിയൽ പോലെയാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡിസൈൻസൊക്കെ. അപ്പോൾ കുറേ പേര് എൻക്വയറീസ് ചെയ്തിരുന്നു, ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന കുറേ വുമൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ആക്ച്വലി ഇത് എങ്ങനെ വരയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻസൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം അവർക്കൊരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലൊരു സന്തോഷമല്ലേ നമുക്ക്. അപ്പം നിങ്ങളിൽ പലരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് പുറത്ത് സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസാണ് കേട്ടോ നമ്മുടെ ചാനലിലുള്ളത്.
അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ദൈവം മുകളിലും താഴെയും ഔട്ട്ലൈൻ പോലെ ബോർഡർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ബീഡ്സ് വെച്ചിട്ട് ബോർഡർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്താണ് നമ്മളുടെ ഈ ഒരു ബീഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു പിക്ചർ നോക്കിക്കോണേ, മൊബൈലിലായിട്ടോ കാണിച്ചു തരുന്നത്. അപ്പം എന്താ ഈ ഒരു പിക്ചറിൻ്റെ നമ്മൾ ഈ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചത്. ആ യു ഷേപ്പിൽ കാണുന്ന ആ ഒരു പോർഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നത്. അതേപോലെ തന്നെയാണ് താഴത്തെ ആ ഒരു യോക്കിൻ്റെ ലെങ്തിൽ എഡ്ജ് പോർഷനിൽ നമ്മൾ യോക്ക് റൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയാണ് ഇടവണ്ണം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കയ്യിൽ കണ്ടോ, കയ്യിൽ കുറച്ച് ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ കളേഴ്സിലും ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബീഡ്സ് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്ത് കാണിച്ച പോലെ തന്നെ ചെയ്ത് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പുറത്തെങ്ങും കൊടുക്കേണ്ട ആവശ്യം വരില്ല, നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.